വിശന്നിട്ട് കണ്ണ് പൊടിയുന്നു. പൊടിയും വയറ് നിറച്ച് കുടിച്ചതല്ലേ ചേട്ടാ. ഇനി ഒരുത്തനെ അന്വേഷിച്ച് നടക്കാൻ ഞാനില്ല. അവിടെ ആയിരുന്നെങ്കിൽ കൃത്യസമയത്ത് ഭക്ഷണമെങ്കിലും കിട്ടുമായിരുന്നു. കയ്യിലുണ്ടായിരുന്ന പൈസയും തീർന്ന് അവനില്ലാ ഭ്രാന്താശുപത്രി നിന്നിട്ട് എന്താ കാര്യം? പ്രശ്നമാ? ഒരു പ്രശ്നവും ഇല്ല. ഇപ്പൊ നമ്മൾ നടന്നു തുടങ്ങിയ നേരം പരപരാന്ന് വെളുക്കുമ്പോ അങ്ങ് എത്താം. അമീന്റെ കൈയും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും അകത്ത് കയറും. നടന്നു പോവാനോ? ഞാനില്ല. എന്നാലോട്. എന്നാ കാറിപ്പ. കാശ് വേണ്ടേ? കാശില്ല. നീ ഒരുമാതിരി ചൊറിയുന്ന വർത്താനം പറഞ്ഞ അടിച്ചിന്റെ പല്ലിന്റെ ക്ഷേമങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാതെ. നാളെ നമ്മൾ എന്റെ വീട്ടിൽ പോകുന്നു. ആവശ്യമുള്ള കാശ് വാങ്ങുന്നു. ആ കൂടെ എനിക്ക് എന്റെ മോളെയും കുഞ്ഞിനെ കാണുകയും ചെയ്യാലോ. തിരിച്ചു വരുന്നു, അന്വേഷണം തുടരുന്നു. അപ്പൊ ഇന്ന് രാത്രി പട്ടിണി. രാത്രി നമ്മൾ ഉറങ്ങാൻ പോകല്ലേ? നാളെ സുഖമായിട്ട് സദ്യ ഉണ്ടെന്നത് സ്വപ്നം കണ്ട് ഉറങ്ങുന്നു. ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാപനമാണെന്ന് കരുതിയാണ് എന്റെ അനിയൻ ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ടിപ്പോ അവൻ ഇവിടെ പോയെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. ഒരുത്തരെയും ഞാൻ വെറുതെ വിടില്ല. എനിക്കിപ്പോ അറിയണം അവൻ എവിടെ. അവൻ മാർക്കറ്റിൽ പോയിരിക്കുകയാണ്. ഓഹോ, ചികിത്സിക്കാൻ കൊണ്ടുവന്നാണോ മാർക്കറ്റിൽ അയക്കുന്നത്? മാർക്കറ്റല്ല, അവൻ സ്ഥലം കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഇപ്പൊ വരും. ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട. അയ്യോ, എന്നെ ഉപദ്രവിക്കരുത് പ്ലീസ്. ഞാൻ എല്ലാം തുറന്നു പറയാം. അവര് 4 പേര് ഇവിടുന്ന് ചാടിപ്പോയതാ. ഇവനാണ് അതിന് കാരണക്കാരൻ. ഇവന്റെ പോക്കറ്റിൽ നിന്ന് സെല്ലിന്റെ ചാവി മോഷിച്ചാണ് അവര് പുറത്തിയാടിയത്. ശരിയാണോ? അവര് മോഷിച്ചതല്ല, ഞാൻ കൊടുത്തതാണ്. ഓ അത് ശരി. അപ്പൊ നീ എന്നോട് കള്ളം പറയായിരുന്നു അല്ലേ? നിന്നെ ഞാൻ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. എന്നെ സസ്പെൻഡ് ചെയ്താൽ ഊരാൻ നോക്കണ്ട. അവര് 4 പേരും ഇവിടെ പിടിച്ചോണ്ടതിന് ശേഷം ഇതിനകത്ത് കയറിയാൽ മതി. അല്ല, ഞാൻ അവിടെ പോയി പിടിപ്പിക്കരുത്. ഈശ്വരനെ വിചാരിച്ച് പോലീസിലും സർക്കാരിലൊക്കെ പരാതി കൊടുത്ത് എന്നെ വഴിയാധാരാക്കരുത്. ഇവൻ കൂടെ വരും, അനിയനെ കണ്ടുപിടിക്കാൻ ഇവ സഹായിക്കും. പക്ഷെ അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടൻ പോയിക്കോ, ഞാൻ വരാം. ചേട്ടൻ പോയിക്കോ, ഞാൻ വരാം. ചേട്ടാ ജനമ്പെന്ന് ഇവിടെ പൊട്ടിപ്പോവും. പൂഞ്ചോലപ്പടവിൽ നിന്റെ പാദസരം കുലുങ്ങിയല്ലോ, പാലൊളി ചന്ദ്രികയിൽ നിന്മന്ദഹാസം കണ്ടുവല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ, പാതിരാക്കാറ്റിൽ നിന്റെ പട്ടുറുമാലിളകിയല്ലോ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ, താമസമെന്തേ അണയാൻ പ്രേമമായി എന്റെ കണ്ണിൽ, താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ മുന്നിൽ. ഓടി, നീ ഓടിക്കൂ, ഞാൻ ഓട്ടോറിക്ഷ വരാം. ആണോ? അതെടുത്തോണ്ട് വാ, ഞാൻ പോട്ടെ. കൃഷ്ണ, അവരെ എന്നെ കണ്ടിട്ട് പിടിക്കാതെ പോയാ. നീ ഓടാ, അവിടെ ഒരുത്തനെ പിടിക്കാൻ പോകുമ്പോഴാണ് കുശലം പറച്ചില്ല. ഓടാ, യവനെ പിടിച്ചോണേ. വേണു, നീ ഇത് എവിടെ ആയിരുന്നടാ? നിന്നെ എവിടെയൊക്കെ ഞങ്ങൾ അന്വേഷിച്ചു.